ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. അടുത്ത മാസം 14-ാം തീയതിയാണ് ISL ആരംഭിക്കുക. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഓരോ ടീമുകളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരാധകരെ ഞെട്ടിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. 6 വിദേശ താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് റിലീസ് ചെയ്തു. ഇപ്പോൾ 3 വിദേശ താരങ്ങളെ പുതിയതായി ടീമിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം. സാലറി കുറവുള്ള താരങ്ങളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുതിയതായി ടീമിലേക്ക് എത്തിക്കുന്നത്. ഏതായാലും ഓരോ ISL ടീമിലും ഇപ്പോൾ എത്ര വിദേശ താരങ്ങൾ ഉണ്ട്, അതിൻ്റെ സമ്പൂർണമായ ഒരു ലിസ്റ്റ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അത് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം മോഹൻ ബഗാന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മുഴുവൻ വിദേശ താരങ്ങളെയും അവർക്ക് ലഭ്യമാണ്. അതായത് 6 വിദേശ താരങ്ങൾ അവർക്കുണ്ട്. ദിമിത്രി പെട്രറ്റോസ്, ജാമി മക്ലാരൻ, ജേസൺ കമ്മിങ്സ്, റോബ്സൺ റോബിഞ്ഞോ, ടോം ആൽഡ്രഡ്, ആൽബർട്ടോ റോഡ്രിഗസ്, ഈ 6 താരങ്ങളെയും അവർക്ക് ലഭ്യമാണ് എന്ന് പറയുമ്പോൾ പൂർണ്ണ ശക്തിയിലാണ് ഇത്തവണത്തെ ISLന് മോഹൻ ബഗാൻ കടന്നു വരുന്നത്. ഇനി ഈസ്റ്റ് ബംഗാളിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 5 വിദേശ താരങ്ങളെയാണ് അവർക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. സൗൾ ക്രെസ്പോ, മിഗേൽ ഫിഗൈര, മുഹമ്മദ് റാഷിദ്, കെവിൻ സിബിയെ എന്നിവർ നേരത്തെ ഉള്ള താരങ്ങളാണ്. കൂടാതെ യൂസുഫു എസജാരി എന്ന താരത്തെ കൂടി ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയാം, ഹാമിദ് അഹ്ദാദിനെയും അതുപോലെ തന്നെ ഹിരോഷി ഇബുസുക്കിയെയും അവർ കൈവിട്ടിരുന്നു. നിലവിൽ 5 വിദേശ താരങ്ങളാണ് ഈസ്റ്റ് ബംഗാളിൽ ഉള്ളത്. ഇനി മറ്റൊരു ടീം, അത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 3 വിദേശ താരങ്ങളാണ് ഇപ്പോൾ ടീമിനോടൊപ്പം ഉള്ളത്. മർലോൺ റൂസ്, അതുപോലെ തന്നെ കെവിൻ യോക്ക്, മറ്റിയാസ് ഹെർണാണ്ടസ് എന്നിവരാണ് ആ 3 വിദേശ താരങ്ങൾ. ബാക്കിയുള്ള എല്ലാ താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് പുറത്തു പോയിട്ടുണ്ട്. 6 വിദേശ താരങ്ങളെ അവർ റിലീസ് ചെയ്തു എന്നുള്ളതാണ്. ഇനി FC ഗോവയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കേവലം 2 വിദേശ താരങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവരോടൊപ്പം ഉള്ളത്. ബാക്കിയുള്ള വിദേശ താരങ്ങൾ ക്ലബ്ബ് വിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഡയാൻ ഡ്രാസിജ്, പോൾ മൊറീനോ എന്നിവരാണ് ഇപ്പോൾ ഗോവയിൽ ഉള്ള വിദേശ താരങ്ങൾ. 2 താരങ്ങൾ മാത്രമാണ് അവിടെയുള്ളത്. ഇനി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 3 വിദേശ താരങ്ങളാണ് നിലവിൽ അവർക്കുള്ളത്. ആൻഡി റോഡ്രിഗസ്, മിഷേൽ സബാക്കോ, ജൈറോ സാംബീരിയോ എന്നിവരാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ ഉള്ള ഇപ്പോഴത്തെ വിദേശ താരങ്ങൾ. ബാക്കിയുള്ള എല്ലാവരും ക്ലബ്ബ് വിട്ടിട്ടുണ്ട്. ഇനി ബംഗളൂരു FCയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 2 വിദേശ താരങ്ങളാണ് അവിടെയുള്ളത്. ഒരാൾ ബ്രയാൻ സാഞ്ചസ് ആണ്, അതുപോലെ തന്നെ മറ്റൊരാൾ കുസീവാണ്. ഇങ്ങനെ 2 വിദേശ താരങ്ങളാണ് അവർക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഇനി മറ്റൊരു ക്ലബ്ബ്, അത് ഒഡീഷ FC ആണ്. ഒഡീഷയ്ക്ക് നിലവിൽ ഒരൊറ്റ വിദേശ താരം മാത്രമാണ് ഉള്ളത്. അത് അവരുടെ ക്യാപ്റ്റനായ കാർലോസ് ഡെൽഗാഡോയാണ്. ബാക്കിയുള്ള എല്ലാവരും ഇപ്പോൾ ക്ലബ്ബ് വിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മുംബൈ സിറ്റി FCയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 2 വിദേശ താരങ്ങളാണ് അവർക്കിപ്പോൾ ഉള്ളത്. ജോർഹെ പെരേര ഡയസ്, ജോർഹെ ഓർട്ടിസ് എന്നിവരാണ് ആ 2 താരങ്ങൾ. ബാക്കിയുള്ളവർ ക്ലബ്ബ് വിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജംഷഡ്പൂർ FC ഇപ്പോൾ പൂർണ്ണ ശക്തിയോടുകൂടിയാണ് കടന്നു വരുന്നത്. എല്ലാ വിദേശ താരങ്ങളെയും അവർക്ക് ലഭ്യമാണ്. നിക്കോള സ്റ്റോയാനോവിച്ച്, സ്റ്റീഫൻ എസെ, റൈ തെച്ചിക്കാവ, ലസാർ സിർക്കോവിച്ച്, മേദിഹ് തലാൽ, റഫേൽ മെസ്സി ബൗളി, ഇങ്ങനെയാണ് ജംഷഡ്പൂർ FCയുടെ 6 വിദേശ താരങ്ങൾ ഇപ്പോൾ കടന്നു വരുന്നത്. മുഹമ്മദൻ SCയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരൊറ്റ വിദേശ താരം പോലും ഇപ്പോൾ മുഹമ്മദൻ SCയിൽ ഇല്ല എന്നുള്ളതാണ്. ഇന്ത്യൻ താരങ്ങളെ വെച്ചുകൊണ്ടായിരിക്കും അവർ ഇത്തവണത്തെ ISL കളിക്കുക. ഇനി സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, അഥവാ പഴയ ഹൈദരാബാദിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആൻഡ്രേ ആൽബ, റഫേൽ റിബേറോ എന്നീ 2 വിദേശ താരങ്ങളെയാണ് അവർക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഇനി ഇന്റർ കാശിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ലൂയിസ് ടറേസ്, സെർജിയോ ലാമാസ്, ആൽഫ്രഡ് പ്ലാനസ്, ഡേവിഡ് ഹ്യൂമാനസ്, ഇങ്ങനെ 4 വിദേശ താരങ്ങളെ പുതിയതായി അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. കൂടാതെ പഴയ താരമായ മരിയോ ബാർക്കോ കൂടി അവിടെയുണ്ട് എന്ന് പറയുമ്പോൾ 5 വിദേശ താരങ്ങളാണ് ഇന്റർ കാശിക്കുള്ളത്. പഞ്ചാബ് FCയിൽ നിലവിൽ 5 വിദേശ താരങ്ങൾ ഉണ്ട്. നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, അതിൽ പഞ്ചാബ് FCയെ പരാമർശിക്കാൻ വിട്ടുപോയിരുന്നു. ഇപ്പോൾ 5 വിദേശ താരങ്ങളാണ് അവർക്ക് ലഭ്യമായിട്ടുള്ളത്. ബെഡെ ഒസൂജി, അതുപോലെ തന്നെ യോങ്, ഡാനി റമിരസ്, പാബ്ലോ സാന്റോസ്, ജമീർ സെൽക്കോവിച്ച്, ഇങ്ങനെയാണ് പഞ്ചാബ് FCയുടെ 5 വിദേശ താരങ്ങൾ വരുന്നത്. ചെന്നൈയിൻ FCയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിലവിൽ 2 വിദേശ താരങ്ങളാണ് അവരുടെ ടീമിൽ ഉള്ളത്. എൽസിഞ്ഞോ, ഡാനിയൽ ചീമ ചുക്കുവു എന്നിവരാണ് ആ 2 വിദേശ താരങ്ങൾ. പക്ഷെ നേരത്തെ പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ത്യൻ താരങ്ങളെ വെച്ചുകൊണ്ടായിരിക്കും ഇത്തവണ ചെന്നൈയിൻ FC ISL കളിക്കുക എന്നുള്ളതാണ്. എന്നിരുന്നാലും 2 വിദേശ താരങ്ങൾ ഇപ്പോൾ അവരോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെയാണ് എല്ലാ ടീമുകളുടെയും വിദേശ താരങ്ങളുടെ ഒരു ലിസ്റ്റ് വരുന്നത്. ഏതായാലും
നിലവിൽ മോഹൻ ബഗാനും ജംഷഡ്പൂർ FC-ക്കും എല്ലാ വിദേശ താരങ്ങളെയും അഥവാ 6 വിദേശ താരങ്ങളെയും ഇപ്പോൾ ലഭ്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.